ഹലോ, അപ്പോഴേ ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ഊട്ടിയിലാണ്. ഇന്ന് ഞാനൊരു ചെറിയൊരു ടൂർ പാക്കേജ് എടുത്ത് പോവുകയാണ്. 300 രൂപയാണ് ചാർജ്. ചെറിയൊരു മിനി ബസ്സിൽ ഇവർ കുറച്ച് സ്ഥലങ്ങൾ കൊണ്ട് കാണിക്കും. രാവിലെ 9:30 സ്റ്റാർട്ട് ചെയ്യും, വൈകുന്നേരം 5:30 ആ യാത്ര ഫിനിഷ് ചെയ്യുമെന്നാണ് പറഞ്ഞത്. അപ്പോഴെന്തായാലും അങ്ങനെ ഒരു പാക്കേജിൽ പോകാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോഴെപ്പോഴെങ്കിലും നിങ്ങൾ ഊട്ടിയിൽ വരുവാണെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ഉപകരിക്കും എന്ന് വിചാരിക്കുന്നു. ഈ ഒരു വണ്ടിയുടെ ഡീറ്റെയിൽസ്, ഇങ്ങനത്തെ ഈ ഒരു മിനി ബസ് ഇവിടെ ഒരുപാടുണ്ട് കേട്ടോ. നിങ്ങൾ തങ്ങുന്ന ലോഡ്ജിൽ തിരക്കിയാൽ മതി. നമ്മൾ തിരക്കണ്ട, അവരിങ്ങോട്ട് തന്നെ പറഞ്ഞോളും. ഈ ഒരു പാക്കേജിൻ്റെ കാര്യമല്ല. ഞാനങ്ങനെ സ്പെസിഫിക് ആയിട്ട് ഇന്ന വണ്ടി തന്നെ വരണം അങ്ങനെയൊന്നും പറയുന്നതൊന്നുമില്ല. നിങ്ങൾക്ക് ഏത് വണ്ടിയാണോ തോന്നുന്നത് ആ വണ്ടി കയറി പോവുക. അപ്പോഴെന്തായാലും ഞാൻ ആ ഒരു വണ്ടിയിലേക്ക് കയറാൻ വേണ്ടി പോവുകയാണ്. രാവിലെ 9:30 തുടങ്ങുന്നത്. ഇപ്പോൾ സമയം 9:25 ആയിട്ടുണ്ട്. എന്തെങ്കിലും കഴിക്കണം. കഴിച്ചതിന് ശേഷം നമുക്ക് വണ്ടിയിലേക്ക് കയറാം. അങ്ങനെ പ്രധാനമായിട്ടും എടുത്തു പറയേണ്ട കാര്യം, ഇന്നത്തെ ദിവസം ഞായറാഴ്ചയാണ് കേട്ടോ. ഞായറാഴ്ച ദിവസം എങ്ങനെയാണ് ഊട്ടി എന്നെല്ലാം നമുക്ക് നോക്കാം. ഇതാ കണ്ടില്ലേ, ഉർവശി തിയേറ്റേഴ്സിൻ്റെ വണ്ടി. ഇതേപോലത്തെ വണ്ടിയാണ് പോകുന്നത്. അങ്ങനെ നമ്മൾ പോകുന്നത് ഇതാ ഇത്രയും സ്ഥലത്താണ് കേട്ടോ. ഈ കാണുന്ന ഇത്രയും സ്ഥലം, 1, 2, 3, 4, 5, 10 സ്ഥലം. ഈ കാണുന്ന 10 സ്ഥലം ഇത് വേറെയാണ്. രണ്ടിൽ ഏത് വേണമെങ്കിലും നമുക്ക് ചൂസ് ചെയ്യാം. ഞാൻ ഈ ഡാം എല്ലാം ഉള്ള ഈ ഒരു പരിസരമാണ് ചൂസ് ചെയ്തത്. ഒരു സിംഗിൾ സീറ്റ് കിട്ടിയിരിക്കുകയാണ്. ഇതാ കണ്ടില്ലേ, ഏറ്റവും ഫ്രണ്ടിലത്തെ ഈ ഒരു സിംഗിൾ സീറ്റ് കിട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് കയറാം. എങ്ങനെ അത് കയറുന്നത്? ഫ്രണ്ടിൽ കൂടെ ഡോറില്ല കേട്ടോ, അകത്തൂടെ വേണം വരാൻ. ഞാൻ വിചാരിച്ചു ഇങ്ങനെ തുറന്ന് കയറാതിരിക്കുമെന്ന്. എന്തായാലും നമുക്ക് അകത്തേക്ക് കയറാം. യെസ്, അങ്ങനെ നമ്മൾ ബസ്സിൽ കയറിയിരിക്കുവാണ്. ഫ്രണ്ട് സീറ്റ് തന്നെ കിട്ടിയിട്ടുണ്ട്. കാഴ്ചകൾ കണ്ട് നമുക്ക് മുന്നിലേക്ക് പോവാം. അങ്ങനെ നമ്മൾ ആദ്യം പോകുന്നത് റോസ് ഗാർഡൻ എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ്. റോസ് ഗാർഡൻ്റെ ആർച്ചാണ് ഇപ്പോൾ നമ്മൾ കണ്ടത്. ഞായറാഴ്ചയുടെ ആ ഒരു തിരക്കൊന്നും ആയി വന്നിട്ടില്ല. രാവിലെ 10 മണിയാവുന്നതേ ഉള്ളൂ. എല്ലാവരും ഉറക്കമൊക്കെ എഴുന്നേറ്റ് കാണത്തതേ ഉള്ളൂ. കുറച്ച് സമയം കഴിയും. ഇതിപ്പോഴും ഇവരുടെ ഒരു പാക്കേജ് ആയതുകൊണ്ട് രാവിലെ അങ്ങ് തുടങ്ങിയെന്നേ ഉള്ളൂ. റോസ് ഗാർഡന് മുന്നിലെത്തിയിരിക്കുവാണ്. ഇവിടെ ബസ്സിന് 150 രൂപ പാർക്കിംഗ്, കാറിന് 100 രൂപ, ഓട്ടോയ്ക്ക് 50 രൂപ, ബൈക്കിന് 20 രൂപ. ഏകദേശം ഒരു 2 കിലോമീറ്റർ യാത്ര ചെയ്ത് വന്നതേ ഉള്ളൂ കേട്ടോ നമ്മൾ റൂമിൽ നിന്നും. എന്തായാലും നമ്മൾ റോസ് ഗാർഡൻ്റെ ഗേറ്റിനകത്തേക്ക് കയറുമ്പോഴെല്ലാം ഇതാ കണ്ടില്ലേ, നല്ല മനോഹരമായിട്ടുള്ള മരങ്ങളൊക്കെ നിൽപ്പുണ്ട്. കുറച്ചൊക്കെ മുറിച്ചിട്ടുണ്ട് കേട്ടോ. ഇതാ കണ്ടില്ലേ, അവർ കുറച്ച് നിർദ്ദേശങ്ങളൊക്കെ തന്നു. ഇതേപോലത്തെ ഒരു 100 വണ്ടിയുണ്ട് ഊട്ടിയിൽ, അതുകൊണ്ട് ഇതിൻ്റെ നമ്പറെല്ലാം നോട്ട് ചെയ്ത് വെച്ചോളാൻ പറഞ്ഞു കേട്ടോ. അല്ലെങ്കിൽ നിങ്ങൾ തിരികെ വരുമ്പോൾ കൺഫ്യൂസ്ഡ് ആവുമെന്ന്. എന്തായാലും വണ്ടി കൊള്ളാം അല്ലേ. അങ്ങനെ നമ്മൾ റോസ് ഗാർഡനകത്തേക്ക് കയറിയിരിക്കുവാണ്. 75 രൂപയാണ് അകത്തേക്ക് കയറുന്നതിന് ടിക്കറ്റ് ചാർജ്. നല്ല ഫുട്പാത്ത് എല്ലാം ഉണ്ട്. നടക്കാനൊക്കെ നല്ല നല്ല വഴികളെല്ലാം ചെയ്തിട്ടുണ്ട്. നല്ല മനോഹരമായിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആണ്. ഇപ്പോഴും പൂവ് കുറവാണ് കേട്ടോ. പൂവ് മഴ പെയ്ത് കുറേയൊക്കെ പോയിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് പൂക്കൾ കുറവാണ്. എന്നാലും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നിന്ന് നമുക്ക് നല്ല ഫോട്ടോസൊക്കെ എടുക്കാം. സ്പോട്ടിൽ ഫോട്ടോ എടുത്ത് തരുന്ന ഫോട്ടോഗ്രാഫേഴ്സ് എല്ലാം അകത്തുണ്ട്. പിന്നെ ഇതാ കണ്ടില്ലേ, അകത്തായിട്ടെല്ലാം വിശ്രമിക്കാനുള്ള സ്ഥലങ്ങളെല്ലാം ഉണ്ട്. പലതരം ചെടികൾ വെച്ചിട്ടുണ്ട്. ഇതെന്ത് ചീരയോ? എന്തായാലും ഇതെല്ലാം കാണാൻ നല്ല ഭംഗിയുണ്ട്. താമരപ്പൂ പോലെ ഉണ്ടല്ലോ, കണ്ടില്ലേ, താമരപ്പൂ പോലത്തെ ഇല. അത് കൊള്ളാം അല്ലേ. പിന്നെ അത് എവിടെയൊക്കെ ആയിട്ട് നോക്കേ, 10 മണിയോ 4 മണിയോ അങ്ങനെ എന്തൊക്കെയോ ചില മണിയുടെ പേര് വെച്ചുള്ള ചെടികളുണ്ടല്ലോ, ആ ടൈപ്പ് പൂവുകളൊക്കെയാണ് നിൽക്കുന്നത്. അതാണെന്ന് തോന്നുന്നു. പിന്നെ നമ്മൾ അകത്ത് നിന്ന് ദൂരേക്ക് നോക്കുമ്പോൾ ആ ഒരു ഊട്ടിയുടെ വ്യൂ പോയിന്റ് കാണാൻ സാധിക്കും. കുറച്ചധികം ഫ്ലാറ്റുകളും വീടുകളും ലോഡ്ജുകളും എല്ലാം ഇങ്ങനെ തട്ടുതട്ടായിട്ടിരിക്കുന്നത് കാണാൻ നല്ല ഭംഗിയാണ്. അങ്ങനെ റോസ് ഗാർഡന് പുറത്തായിട്ട് കണ്ടില്ലേ, ഇതേപോലത്തെ കച്ചവടങ്ങളെല്ലാം ഉണ്ട്. തണുപ്പിനെ അതിജീവിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഡ്രസ്സുകൾ, ക്ലോത്തുകൾ, തുണികൾ. ഇതാ കണ്ടില്ലേ, ഇവിടെ എല്ലാമായിട്ട് ഈ ടൈപ്പ് കുപ്പിവെള്ളം വെച്ചിട്ടുണ്ട്. ഇങ്ങനത്തെ കുപ്പിവെള്ളം ഉപയോഗിക്കാവൂ. ഞാൻ ഇതിന് മുന്നേ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടല്ലോ, സാധാരണ യൂസ് ചെയ്യുന്ന 1 ലിറ്ററിൻ്റെ മിനറൽ വാട്ടർ യൂസ് ചെയ്യാൻ പാടില്ല. പിന്നുള്ളതായി കാണുന്ന 5 ലിറ്ററാണ്. കണ്ടില്ലേ, നമുക്ക് കുറച്ച് വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് 5 ലിറ്റർ മേടിക്കേണ്ട കാര്യമില്ലല്ലോ. 90 രൂപയാണ് അതിൻ്റെ വില. കാറിലൊക്കെ വരുന്നവരാണെന്നുണ്ടെങ്കിൽ ഇത് വാങ്ങി വണ്ടിയിൽ ഒരെണ്ണം വെച്ചിരുന്നാൽ മതി. അങ്ങനെ നമ്മൾ അകത്തേക്കെല്ലാം കയറിയിട്ട് പുറത്തേക്ക് വന്നു കേട്ടോ. നമുക്കിനി ബസ്സിൻ്റെ അടുത്തേക്ക് പോകാം. പിന്നെ നമ്മൾ ഇങ്ങനത്തെ ഊട്ടി, കൊടൈക്കനാൽ, മൂന്നാർ ഇതേപോലത്തെ സ്ഥലങ്ങളിലെല്ലാം പോകുമ്പോൾ നമ്മൾ വെയിൽ കൊള്ളും കേട്ടോ. ഒരുപാട് വെയിൽ കൊള്ളുന്നത് നമുക്ക് ഫീൽ ചെയ്യില്ലല്ലോ, ചൂടെടുക്കില്ലല്ലോ. അതുകൊണ്ട് വെയിൽ കൊണ്ടങ്ങ് നടക്കും. കുടയോ തൊപ്പിയോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും വെക്കില്ല. പക്ഷെ നമ്മൾ ഒരുപാട് വെയിൽ കൊള്ളുന്നുണ്ട്. എന്തായാലും ഞാൻ നടന്ന് ബസ്സിൻ്റെ അടുത്തേക്ക് പോവുകയാണ്.
എന്താ ഒരു കളർഫുൾ ബസ്സൊക്കെ വന്നിട്ടുണ്ട്. ഇതും ടൂറിസം പാക്കേജ് ആണോ ഇനി ദൂരെ നിന്നെങ്ങനെ വന്നതായിരിക്കാം. എന്തായാലും നല്ല കളർഫുള്ളായിട്ട് പെയിൻ്റൊക്കെ ചെയ്തിട്ടുണ്ട്. എന്തായാലും നമുക്ക് ബസ്സിലേക്ക് കയറിയിട്ട് അടുത്ത സ്ഥലത്തേക്ക് പോവാം. അങ്ങനെ നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് പോകുന്ന വഴിക്ക് ചെറുതായിട്ട് ബ്ലോക്കെല്ലാം ആയി തുടങ്ങിയിട്ടുണ്ട്. ഞായറാഴ്ച ബ്ലോക്ക്. അങ്ങനെ ഭയങ്കര ബ്ലോക്ക് തുടങ്ങിയിട്ടില്ല. ഇടയ്ക്കിടയ്ക്ക് ബ്ലോക്ക് ആവും, വീണ്ടും റോഡ് ഫ്രീ ആവും. അങ്ങനെ ചില സ്ഥലങ്ങളിലെല്ലാം റോഡിൻ്റെ എല്ലാം വർക്ക് നടക്കുന്നുണ്ട് കേട്ടോ. ഇതാകണ്ടില്ലേ, ഇവിടെ എല്ലാം റോഡിൽ ഫുട്പാത്തും അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ചെയ്യുന്ന വർക്കുകൾ നടക്കുവാണ്. അതിൻ്റേതായ ചെറിയ ബ്ലോക്കും ഉണ്ട്. എന്നാലും വലിയ ബ്ലോക്കൊന്നും ഇല്ല കേട്ടോ. ഞാൻ ഈ ബ്ലോക്ക് എന്ന് പറയുമ്പോൾ നിങ്ങൾ പേടിക്കും. അങ്ങനെ ബ്ലോക്കൊന്നുമില്ല. നമ്മുടെ നാട്ടിൽ ഒരുപാട് ബ്ലോക്കുകൾ കണ്ട് ശീലിച്ചത് കൊണ്ടായിരിക്കാം ചെറിയ ബ്ലോക്കുകളൊന്നും ബ്ലോക്കായിട്ട് തോന്നാത്തത്. അങ്ങനെ നമ്മൾ ഊട്ടി ടൗണിലെ തിരക്കുകളിൽ നിന്നെല്ലാം മാറി കുറച്ച് ശാന്തമായിട്ടുള്ളൊരു സ്ഥലത്തേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ വേറെ വാഹനങ്ങളൊന്നും കാണുന്നില്ല. എന്തായാലും ഈ ഒരു വഴി കൊള്ളാം. ഇവിടെ റോഡ് സൈഡിലായിട്ട് കുതിരയൊക്കെ നിന്ന് മേയുന്നുണ്ട്, കണ്ടില്ലേ? എന്ന് വെച്ചാൽ ഇത് ടൂറിസ്റ്റ് കുതിരയാണ് കേട്ടോ. വണ്ടി ഇങ്ങോട്ടേക്ക് ഒതുക്കിയിട്ടുണ്ട്. ഈ കാണുന്നതാണ്, ഇതൊരു പാക്കേജിലുള്ളൊരു സ്ഥലമാണ് കേട്ടോ. ഈ സ്ഥലത്തിൻ്റെ പേരാണ് ഗോൾഫ് കോഴ്സ്. ഇവിടെ വെച്ചിട്ടാണ് കുറച്ചധികം സിനിമകളെല്ലാം ഷൂട്ട് ചെയ്തിട്ടുണ്ട്. എടുത്തു പറയുകയാണെന്നുണ്ടെങ്കിൽ റോജ, അങ്ങനെ കുറച്ച് സിനിമകളുണ്ട്. എന്തൊക്കെയോ പേരുകൾ ഇവർ പറഞ്ഞായിരുന്നു, ഞാൻ മറന്നുപോയി. സിനിമകളിലെല്ലാം കാശ്മീർ ബോർഡറുകളിലെല്ലാം യുദ്ധങ്ങളെല്ലാം നടക്കുന്നതെല്ലാം കാണിക്കില്ലേ, അപ്പോഴങ്ങനത്തെ സീനുകളെല്ലാം ഷൂട്ട് ചെയ്യുന്നത് ഈ ഒരു ഗോൾഫ് കോഴ്സ് എന്ന് പറഞ്ഞ സ്ഥലത്ത് വെച്ചിട്ടാണ്. ഇപ്പോഴേ അങ്ങോട്ടേക്ക് പ്രവേശനമില്ല. ടൂറിസ്റ്റുകളെല്ലാം വന്നിട്ട് ആ ഗോൾഫ് കളിക്കുന്ന ആ ഒരു സ്ഥലത്തെ പുല്ലെല്ലാം നശിപ്പിക്കുന്നു എന്ന് പറഞ്ഞ് ഇപ്പോൾ ആരെയും കയറ്റുന്നില്ല. അപ്പോഴേ ഈ കാണുന്ന സ്ഥലമാണ് ഒട്ടുമിക്ക സിനിമകളിലും നമ്മൾ കണ്ടിട്ടുള്ള ആ ഒരു യുദ്ധക്കളം. ടെററിസ്റ്റ് എല്ലാം അകത്തേക്ക് നുഴഞ്ഞു കയറുന്നതെല്ലാം കണ്ടിട്ടില്ലേ, അപ്പോഴതേപോലത്തെ സീനുകളെല്ലാം ഇവിടെ വെച്ചിട്ടാണ് ഷൂട്ട് ചെയ്തിട്ടുള്ളത്. അങ്ങനെ നമ്മൾ ഗോൾഫ് കോഴ്സിൽ നിന്നും കുറച്ചും കൂടെ മുന്നിലേക്ക് വന്നിട്ട് ഒരു സ്ഥലത്ത് നിർത്തിയിരിക്കുവാണ്. ഇവിടെ ചെറിയ സ്നാക്സും അങ്ങനത്തെ കാര്യങ്ങളെല്ലാം കിട്ടുന്ന കടയാണ്. ഇത് കഴിഞ്ഞാൽ പിന്നെ പോകുന്നത് ഫോറസ്റ്റ് റൂട്ടിലേക്കാണെന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് അങ്ങോട്ടേക്ക് ഓൺലൈൻ ട്രാൻസാക്ഷൻ ഒന്നും അവൈലബിൾ ആയിരിക്കില്ല. അതുകൊണ്ട് കയ്യിൽ ക്യാഷ് കരുതിയിരിക്കണമെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇവിടെ അത്യാവശ്യം സ്നാക്സും എല്ലാം കിട്ടുന്നൊരു കടയാണ്. ഇനി റെസ്റ്റോറൻ്റ് ഉള്ളൊരു സ്ഥലമുണ്ട്, അവിടെ മാത്രമേ റേഞ്ച് ഉള്ളൂ. ബാക്കി പോകുന്ന സ്ഥലങ്ങളിലൊന്നും റേഞ്ച് ഇല്ല എന്ന് പറഞ്ഞായിരുന്നു കേട്ടോ. നമ്മുടെ വണ്ടിയിൽ വന്നവർ ഇവിടെ സ്നാക്സൊക്കെ കഴിച്ചിട്ട് നിൽപ്പുണ്ട്. അങ്ങനെ ഈ സ്ഥലത്തിൻ്റെ പേര് ഇന്ദു നഗർ എന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര് കേട്ടോ. ഇവിടെയാണ് നമ്മുടെ ബസ് നിർത്തിയിരിക്കുന്നത്. ഇതെവിടെയായിട്ട് നമുക്ക് ഒരാൾ നിന്ന് വിസിലടിക്കുന്നത്, ഹോട്ടലിൽ നിന്ന് ബോർഡ് വെച്ചിട്ട്. ഞാൻ വിചാരിച്ചു ഏതെങ്കിലും പോലീസുകാരാണെന്ന് കേട്ടോ, പക്ഷെ അങ്ങനല്ല. ആരായാലും തിരിഞ്ഞു നോക്കും വിസിലടിക്കുമ്പോഴേ. സത്യം പറയാലോ, അറുത്ത വിലയാണ് കേട്ടോ. നിങ്ങൾ എന്തെങ്കിലും കഴിക്കാൻ വാങ്ങുന്നെങ്കിൽ ഊട്ടിയിൽ നിന്നും വാങ്ങിയിട്ട് സ്നാക്സ് വല്ലതും ബാഗിലെങ്ങാനും വെക്കുന്നതായിരിക്കും നല്ലത്. ഇവിടെ വണ്ടി നിർത്തിയെടുത്ത് അറുത്ത വിലയാണ്. അങ്ങനെ ഇവിടെ സ്നാക്സ് കഴിക്കാൻ നിർത്തിയെടുത്ത് ഇതാ കണ്ടില്ലേ, ദൂരെയായിട്ടൊരു പള്ളിയും പിന്നെ തട്ടുതട്ടായിട്ട് കൃഷിയിടങ്ങളെല്ലാം കാണാം. ഇതവിടെ ആയിട്ട് കുതിരയൊക്കെ നിന്ന് മേയുന്ന കണ്ടില്ലേ, അതെല്ലാം നല്ല കാഴ്ചയാണ്. കുറേ ഉണ്ട് കേട്ടോ, കുറേ കുതിരകൾ. കൊള്ളാമല്ലോ. അങ്ങനെ നമ്മുടെ വണ്ടി എടുക്കുവാണ്. ഇന്ദു നഗറിൽ നിന്നും മുന്നിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുവാണ്. ഇതെവിടെല്ലാമായിട്ട് നോക്കേ, നല്ല മനോഹരമായിട്ടുള്ള മരങ്ങളുണ്ട് രണ്ട് ഭാഗത്തായിട്ടും. അതിന് നടുക്കായിട്ടാണ് റോഡ്. എന്തായാലും ഇതുവഴിയിലൂടെയുള്ള യാത്ര കൊള്ളാം. ഇതെവിടെയായിട്ട് നോക്കിയേ, കൂട്ടത്തോടെ കുതിരകൾ. കുതിരകൾ ഇവിടെ ഒരുവിധപ്പെട്ട എല്ലാ സ്ഥലങ്ങളിലും ഉണ്ട് കേട്ടോ. ടൂറിസം കുതിരകളും ഉണ്ട്, പിന്നെ അല്ലാത്ത കുതിരകളും ഉണ്ട്. അങ്ങനെ നമ്മൾ ഇന്ദു നഗറിൽ നിന്നും കുറച്ച് മുന്നിലേക്ക് വന്നപ്പോൾ തലക്കുന്ത എന്ന് പറഞ്ഞൊരു സ്ഥലത്തേക്ക് എത്തിയിരിക്കുവാണ്. തലക്കുന്ത. ഇതെവിടെയായിട്ട് ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്. മൈസൂർ 152 കിലോമീറ്റർ ലെഫ്റ്റ്, മുതുമലൈ 61 കിലോമീറ്റർ ലെഫ്റ്റ്. അങ്ങനെ മസനഗുഡിയും എല്ലാം ഈ റൂട്ടാണ്. അങ്ങനെ നമ്മൾ ഊട്ടി മൈസൂർ റോഡിലേക്കാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇതുവഴി കൂടെ തന്നെയാണ് കേട്ടോ ഗൂഡല്ലൂർ പോകുന്നത്. ഗൂഡല്ലൂർ വഴി പെട്ടെന്ന് നമുക്ക് സുൽത്താൻ ബത്തേരിയെല്ലാം കയറാൻ സാധിക്കും. സുൽത്താൻ ബത്തേരി പിന്നെ നിലമ്പൂർ അങ്ങോട്ടേക്കെല്ലാം പോകാൻ ഈ ഒരു റൂട്ട് എളുപ്പമാണ്. അങ്ങനെ നമ്മൾ കുറച്ച് ദൂരം മുന്നിലേക്ക് വന്നിട്ട് പൈൻ ഫോറസ്റ്റിനടുത്ത് എത്തിയിരിക്കുകയാണ്. കണ്ടില്ലേ, ഈ കാണുന്നതാണ് പൈൻ ഫോറസ്റ്റ്. ചെറുതായിട്ട് ബ്ലോക്ക് ഉണ്ട് കേട്ടോ, അത്യാവശ്യം ബ്ലോക്ക് ഉണ്ട് ഞായറാഴ്ച ആയതുകൊണ്ട്. പിന്നെ വേറൊരു കാര്യം, ഇതിൻ്റെ ഗൈഡ് ഞങ്ങളോട് പറഞ്ഞായിരുന്നു, അതായത് ഈ പൈൻ ഫോറസ്റ്റിൽ വെച്ചിട്ടാണ്
പയ്യ സിനിമയിലെ അടടാ മഴടാ എന്ന് പറഞ്ഞ പാട്ട് ഷൂട്ട് ചെയ്യുമെന്ന് പറഞ്ഞു. ഇതേപോലെയുള്ള പൈൻ ഫോറസ്റ്റിൽ ചെല്ലുമ്പോൾ എല്ലാ സ്ഥലങ്ങളിലും അത് പറയാറുണ്ട് കേട്ടോ. വാഗമണ്ണിൽ ചെല്ലുമ്പോൾ അവിടെയും ഈ കാര്യം പറഞ്ഞിട്ടുണ്ട്. പിന്നെ കൊടൈക്കനാൽ പോകുമ്പോൾ അവിടെയും പറഞ്ഞിട്ടുണ്ട്. അപ്പോഴെല്ലാവരും പറയുന്നത് അവിടെയുള്ള പൈൻ ഫോറസ്റ്റിൽ വെച്ചിട്ടാണ് ഷൂട്ട് ചെയ്തതെന്നാണ് പറയുന്നത്. സത്യത്തിൽ എന്താണെന്ന് അറിയില്ല. എന്തായാലും നല്ല മനോഹരമായിട്ടുള്ളൊരു സ്ഥലമാണ് ഈ ഒരു പൈൻ ഫോറസ്റ്റ്. എന്തായാലും നമുക്കൊന്ന് നടന്ന് നോക്കിയിട്ട് വരാം. അകത്തേക്ക് കയറുന്നതിന് 40 രൂപയാണ് ടിക്കറ്റ് ചാർജ്. ഇപ്പോൾ സമയം 12 മണി ആയിട്ടുണ്ട്. 12:45 തിരികെ വരണമെന്നാണ് പറഞ്ഞത് ബസ്സിലേക്ക്. അപ്പോൾ ഇതെവിടെ ക്യൂ ഉണ്ട് കേട്ടോ, ചെറിയൊരു ക്യൂ ആണ്. അങ്ങനെ നമ്മൾ അകത്തേക്ക് വന്നിരിക്കുവാണ്. ഇതാ കണ്ടില്ലേ, എല്ലാ മരങ്ങളുടെയും ചുവട്ടിലായിട്ട് കുറച്ച് ആൾക്കാരൊക്കെ ഇരുന്ന് ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട്. നമ്മുടെ നാട്ടിലെ റബ്ബറിനെയും ഇതേപോലെ പ്രൊമോട്ട് ചെയ്യണം. ഏകദേശം ഇതേപോലെ തന്നെയല്ലേ റബ്ബറും. എന്തായാലും കൊള്ളാം അല്ലേ, നല്ലൊരു അന്തരീക്ഷം. പൈൻ ഫോറസ്റ്റിൽ വന്നു കഴിഞ്ഞാൽ മുകളിലേക്ക് നോക്കണം. ഇതാ കണ്ടില്ലേ ഇങ്ങനെ, എന്നിട്ട് ക്യാമറ ഇട്ട് കറക്കണം. വരുന്നവർ സൂക്ഷിച്ച് വരണം കേട്ടോ. അതാ ഈ സംഗതി കണ്ടില്ലേ, ഇത് തെന്നി വീഴാൻ സാധ്യതയുണ്ട്. കുരങ്ങന്മാരുണ്ട് കേട്ടോ. പാഴ്സലൊക്കെ കൈ വെച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ സൂക്ഷിക്കണം. കാണിച്ചു തരാം. ഇതായിരിക്കുന്നു, ഇതാ കണ്ടില്ലേ. ബാഗെല്ലാം സൂക്ഷിക്കണം, എടുത്തോണ്ട് പോകും. ബർത്ത്ഡേ സെലിബ്രേഷൻ ആണെന്നാണ് തോന്നുന്നത്, അല്ലാതെ കേക്ക് മേടിച്ച് മുറിക്കേണ്ട കാര്യമില്ലല്ലോ. അങ്ങനെ നമ്മൾ ഉള്ളിലേക്ക് നടന്നു വരുമ്പോൾ താഴെയായിട്ടൊരു ലേക്ക് ഉണ്ട്, കണ്ടില്ലേ. അങ്ങോട്ടേക്ക് നടന്നു പോകാൻ പറ്റും. നമുക്ക് അങ്ങോട്ടേക്ക് പോവാം. ഇതാ കണ്ടില്ലേ, ഇവിടെയും ഉണ്ട് സ്പോട്ടിൽ ഫോട്ടോ എടുത്ത് തരുന്ന ഫോട്ടോഗ്രാഫേഴ്സ്. ഫോട്ടോ എടുത്ത് പ്രിൻ്റാക്കി തരും. കുതിര സവാരി ഉണ്ട് കേട്ടോ. 200 രൂപയാണ് ചാർജ്. ചെറുതായിട്ട് ചെളിയൊക്കെ ഉണ്ട്, നോക്കേ. അതിലൊക്കെ ചവിട്ടി നടക്കുക. അങ്ങനെ നമ്മൾ ആ ഒരു പൈൻ ഫോറസ്റ്റിനകത്തൂടെ നടന്നിട്ട് ആ ഒരു ലേക്കിനടുത്ത് എത്തിയിരിക്കുവാണ്. ഈ ഒരു പരിസരം കൊള്ളാം കേട്ടോ, കൊള്ളാം. നല്ല കാറ്റും ഉണ്ട്, നല്ല നൈസൊരു കാറ്റ്, തണുത്ത കാറ്റ്, നല്ല പച്ച കളർ ലേക്കും. നമ്മൾ നേരത്തെ ആ ഒരു ഗോൾഫ് കോഴ്സ് എന്ന് പറഞ്ഞ സ്ഥലത്ത് കണ്ട ആ ഒരു മരം ഇവിടെയും കാണാം. അവിടെ എല്ലാമായിട്ടുണ്ട്, കണ്ടില്ലേ. പക്ഷെ ഇവിടെ ബോട്ടിംഗ് ഒന്നും കാണുന്നില്ല. ഇവിടെയായിട്ട് നോക്കേ, വന്യമൃഗങ്ങൾ. അപ്പുറത്തായിട്ട് കാട്ടുപോത്തെല്ലാം നിൽപ്പുണ്ട്, കണ്ടില്ലേ. അവിടെ ആയിട്ട് കിടന്ന് റെസ്റ്റ് എടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് പേര് നിൽക്കുന്നുണ്ട്. എന്തായാലും കൊള്ളാലോ. വെള്ളത്തിലൊക്കെ ഇറങ്ങി തണുത്ത് കിടക്കുക, നോക്കേ. അതിൻ്റെ കൊമ്പ് കൊള്ളാം. അങ്ങനെ നമ്മൾ അകത്തേക്ക് കയറിയിട്ട് പുറത്തേക്ക് വന്നപ്പോഴും നോക്കേ, ക്യൂവിൻ്റെ നീളം കൂടിയിട്ടുണ്ട് കേട്ടോ. ആൾക്കാർ കൂടുതലായിട്ട് വന്നു തുടങ്ങി. എന്തായാലും നമുക്ക് നമ്മുടെ വണ്ടി കിടക്കുന്ന ആ ഒരു പരിസരത്തേക്ക് പോവാം. അങ്ങനെ വണ്ടി സ്റ്റാർട്ട് ചെയ്തു, വണ്ടി ഓഫ് ചെയ്തു. വളരെ അടുത്തൊരു സ്ഥലത്തേക്ക് വന്നിരിക്കുവാണ്. ഈ കാണുന്നത് ഒരു ഡാമാണ്, കണ്ടില്ലേ. നമ്മൾ ഈ ഡാമിലെ റിസർവോയറിലെ വെള്ളമാണ് നേരത്തെ നിന്ന പൈൻ ഫോറസ്റ്റിൻ്റെ അടുത്ത് നിന്ന് കണ്ടത്. ഈ ഡാമിൻ്റെ പേര് കാമരാജർ ഡാം. അവിടെ ബോർഡ് വെച്ചിട്ടുണ്ട്, കണ്ടില്ലേ, കാമരാജർ ഡാം. ഇതിനകത്തേക്ക് പ്രവേശനമില്ല, വെളിയിൽ നിന്ന് കാണാം. ഇവിടെ വേറെ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. ഇവിടെ നിന്നും അടുത്ത സ്ഥലത്തേക്ക് പോകും. ഇതാ കണ്ടില്ലേ, ഷൂട്ടിംഗ് മേട് 5 കിലോമീറ്റർ. അങ്ങനെ ഓരോരോ സ്ഥലങ്ങളുടെ ഡീറ്റെയിൽസ് കാണിച്ചിട്ടുണ്ട്. പൈക്കര ബോട്ട് ഹൗസ് 16 കിലോമീറ്റർ, പൈക്കര ഫാൾസ് 15 കിലോമീറ്റർ. അങ്ങനെ ഓരോ സ്ഥലങ്ങൾ. ഇതാ ഇവിടെയായിട്ട് ബ്രെഡ് ഓംലേറ്റും പിന്നെ ചോളം എല്ലാം കച്ചവടം ചെയ്യുന്നുണ്ട്. പുഴുങ്ങിയ ചോളം, മാങ്ങ, അങ്ങനത്തെ ഐറ്റംസ് എല്ലാം ഉണ്ട്. കുരങ്ങിൻ്റെ ശല്യം ഭയങ്കരമായിട്ടുണ്ട് കേട്ടോ. കച്ചവടക്കാർക്ക് പ്രധാനപ്പെട്ടൊരു ശല്യം ഈ കുരങ്ങാണ്. കാമരാജ് ഡാമിൽ നിന്നും പുറപ്പെട്ടിരിക്കുവാണ്. ഇനി 16 കിലോമീറ്റർ അപ്പുറമുള്ള പൈക്കര ബോട്ട് ഹൗസ്, അങ്ങോട്ടേക്കാണ് പോകുന്നത്. വളരെ കുറച്ച് ദൂരം യാത്ര ചെയ്ത് വന്നതിന് ശേഷം ഷൂട്ടിംഗ് സ്പോട്ട് എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് എത്തിയിരിക്കുവാണ്. ഇവിടെ വെച്ച് കുറച്ചധികം സിനിമകൾ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ഇതാ കണ്ടില്ലേ, ഇവിടെ ആയിട്ടൊരു വലിയൊരു കുന്ന് കാണുന്നില്ലേ, മുട്ടക്കുന്ന്. അപ്പോഴെനിക്ക് തോന്നുന്നു പയ്യ സിനിമയ്ക്കകത്തുള്ള ഒരു പാട്ടുണ്ടല്ലോ, അടടാ മഴടാ, അതെനിക്ക് തോന്നുന്നു ഇവിടെ വെച്ചാന്ന് തോന്നുന്നു ഷൂട്ട് ചെയ്തത് കേട്ടോ. വാഗമണിലല്ലേ അത്. വാഗമൺകാർ പറയുന്നു അവിടെ വെച്ചിട്ടാണെന്ന്. എന്തായാലും അതേപോലത്തെ ഒരു സ്ഥലം തന്നെയാണ് ഇതും.
അങ്ങനെ എന്തായാലും നമുക്ക് അതിന് പുറത്ത് നിൽക്കാനേ പറ്റൂ, ഉള്ളിലേക്ക് പ്രവേശനമില്ല. 42 ദിവസം മെയിൻ്റെനൻസ് നടക്കുമെന്നാണ് പറഞ്ഞത്. ഇതാ കൊമ്പൊക്കെ ആയിട്ട് വരുന്നതൊക്കെ കൊള്ളാമല്ലോ, നല്ല സ്റ്റൈലും കൊമ്പ് കേട്ടോ, ഷേപ്പായിട്ട് വളർത്തി വെച്ചിട്ടുണ്ട്. ഇതവിടെ കേട്ട് നോക്കേ, അടിപൊളി. അങ്ങനെ ഷൂട്ടിംഗ് സ്പോട്ടിൽ നിന്ന് നമ്മൾ മുന്നിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. കുറച്ച് ദൂരം യാത്ര ചെയ്ത് വന്നതിന് ശേഷം ഒരു ഡാമിനടുത്ത് എത്തിയിരിക്കുകയാണ്, പൈക്കര ഡാം. ഷട്ടറിലൂടെ വെള്ളം വരുന്നത് കാണാം. ഷട്ടർ ഓപ്പൺ ആണ്. അങ്ങനെ നമ്മൾ പൈക്കര ഡാമിന് മുന്നിലായിട്ടാണ് നിൽക്കുന്നത്. ഇതാ കണ്ടില്ലേ, ഒരു ഷട്ടർ ഓപ്പൺ ആണ്, മറ്റേതെങ്ങനെയാണ് ഒരു ഹോളിലൂടെ വെള്ളം വരുന്നത് പോലെയാണല്ലോ രണ്ട് സൈഡിലായിട്ടും. എന്നാലും കൊള്ളാം അല്ലേ. അതാ ആ ഡാമിൽ നിന്ന് ഒഴുകി വരുന്ന വെള്ളം നോക്കെ, കാണാൻ നല്ല ഭംഗിയുണ്ടല്ലേ, നല്ല പച്ച കളറിൽ അവിടെ ആയിട്ട് പതഞ്ഞു വരുന്നത്, പാറകളിലെല്ലാം തട്ടി പതഞ്ഞു വരുന്നത് കണ്ടില്ലേ, നല്ല ക്ലിയർ വെള്ളം, കണ്ണീര് പോലുള്ള വെള്ളം. ഇതാ കണ്ടില്ലേ, ഈ റൂട്ട് കർണാടകയുടെ ബസ്സുണ്ട്, ഗൂഡല്ലൂർ വഴി മൈസൂർ. അങ്ങനെ മൈസൂരിൽ നിന്നും ഗൂഡല്ലൂർ വഴി ഊട്ടിക്ക് പോകുന്ന ബസ്സാണ് ആ പോയത്. അങ്ങനെ നമ്മൾ പൈക്കര ഡാമിൽ നിന്നും പൈക്കര ബോട്ട് ഹൗസിലേക്ക് വന്നിരിക്കുവാണ്. അകത്തേക്ക് വണ്ടി പ്രവേശിക്കുവാണ്. ഇവിടെ ബോട്ടിംഗ് ഉണ്ട്. അങ്ങനെ പൈക്കര ബോട്ട് ഹൗസിലേക്ക് പോകുന്ന റൂട്ട് നല്ലതാണ് കേട്ടോ. കണ്ടില്ലേ, ദൂരെയായിട്ട് വലിയ വലിയ മലനിരകളെല്ലാം കാണാൻ സാധിക്കുന്നുണ്ട്. പോകുന്ന വഴിയിലായിട്ടും നല്ല നല്ല മരങ്ങളും എല്ലാമായിട്ട് കൊള്ളാം. സാധാരണ നമ്മുടെ നാട്ടിലൊന്നും കാണാത്ത ഒരു സൈൻ ബോർഡാണിത്. മൃഗങ്ങളുമായിട്ട് ബന്ധപ്പെട്ട സൈൻ ബോർഡുകൾ. മാൻ ചാടി ഓടുന്നത് കണ്ടില്ലേ. യെസ്, നമ്മളൊരു കയറ്റം കയറിയതിന് ശേഷം വീണ്ടും ഒരു ഇറക്കം ഇറങ്ങുവാണ്. ദൂരെയായിട്ട് കണ്ടില്ലേ, താഴെയായിട്ട് ആ ഒരു തടാകം കാണാം. പൈക്കര ഡാമിൻ്റെ റിസർവയറിലെ വെള്ളമാണ് കാണുന്നത്. അവിടെയാണ് ബോട്ടിങ്ങും ഉള്ളത്. അങ്ങനെ ഞാൻ നടന്ന് ആ ഒരു ബോട്ടിങ്ങിനടുത്ത് വന്നിരിക്കുവാണ്. ഇതാ കണ്ടില്ലേ, താഴെയായിട്ടാണ് ബോട്ടിംഗ് ഉള്ളത്. ഓരോരോ ബോട്ട് സർവീസുകൾ വരുന്നത് കണ്ടില്ലേ. സ്പീഡ് ബോട്ടും ഉണ്ട്, പിന്നെ സാധാ ബോട്ടും ഉണ്ട്, എല്ലാ ടൈപ്പ് ബോട്ടും ഉണ്ട് കേട്ടോ. ഈ വരുന്നതൊരു സ്പീഡ് ബോട്ടാണ്. എന്തായാലും കൊള്ളാല്ലേ, അതിങ്ങനെ ഓടി വരുന്നത് കാണാൻ നല്ല ലുക്കുണ്ട്. വിശന്നപ്പോഴേ ഈ ബോട്ട് ഹൗസിനടുത്ത് നിന്നും ഒരു ചിക്കൻ റോള് വാങ്ങി. 50 രൂപ കേട്ടോ, അറുപ്പ്. അതും കുറച്ചേ ഉള്ളൂ, വലിപ്പമൊന്നുമില്ല, കുഞ്ഞാണ്. ടൂറിസ്റ്റുകളെ അറക്കുന്നതിനൊക്കെ ഒരു പരിധിയില്ലേ. അങ്ങനെതാ ഈ കാണുന്നതാണ് ബോട്ടിംഗ് സ്റ്റാർട്ട് ചെയ്യുന്ന ഏരിയ. എല്ലാവരും ലൈഫ് ജാക്കറ്റൊക്കെ ഇട്ടിട്ട് ബോട്ടിങ്ങിന് പോകാൻ തയ്യാറെടുക്കുവാണ്. എവിടെയായിട്ട് ഫോട്ടോസ് എല്ലാം എടുത്തു കൊടുക്കുന്ന ആ ഒരു ഏരിയ ആണ്. ടെലി ലെൻസ് എല്ലാം വെച്ചിട്ട് അടിപൊളിയായിട്ട് ഫോട്ടോസൊക്കെ എടുത്തു കൊടുക്കും. ബോട്ടിൽ പോകുന്ന ഫോട്ടോസൊക്കെ ഉണ്ടല്ലോ, അതെല്ലാം എടുത്തു കൊടുക്കും. ഫ്രിഡ്ജ് മാഗ്നറ്റ് എന്ന് വെച്ചാൽ ഇതേപോലെ ഫോട്ടോസ് എടുത്ത് പ്രിൻ്റാക്കി അതിൽ ചെറിയൊരു മാഗ്നറ്റിൽ ആക്കി തരും. അത് നമുക്ക് ഫ്രിഡ്ജിലെല്ലാം ഒട്ടിച്ചു വെക്കാം വീട്ടിലെ. എന്തായാലും ഈ ഒരു സംഭവം ഞാൻ വേറെ എവിടെയും കണ്ടിട്ടില്ല. ഞാൻ കണ്ടിട്ടില്ലാത്തതായിരിക്കാം, മുൻപ് ഇതുണ്ടായിരിക്കാം. ഇതെവിടെയായിട്ട് ബോട്ടിങ്ങിൻ്റെ റേറ്റ് എല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. കണ്ടില്ലേ, 8 സീറ്റർ 1150 രൂപ, 20 മിനിറ്റ്, അങ്ങനെ അങ്ങനെ ഓരോരോ റേറ്റുകളും ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. നിങ്ങൾ ഇത് കണ്ടിട്ട് ഇത് മനസ്സിലാക്കി നോക്കി ഇങ്ങോട്ടേക്ക് വരിക. വേറെ സ്പീഡ് ബോട്ടിൻ്റെ റേറ്റും എല്ലാം കാണിച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മൾ പൈക്കര ബോട്ട് ഹൗസിൽ നിന്നും തിരികെ വ്യാനിൻ്റെ അടുത്തേക്ക് വന്നിരിക്കുകയാണ്. നമുക്കിനി പൈക്കര വാട്ടർഫാൾസിൻ്റെ അങ്ങോട്ടേക്ക് പോവാം. വളരെ കുറച്ച് ദൂരം ഫ്രണ്ടിലേക്ക് വന്നിട്ട്
പൈക്കര വാട്ടർഫാൾസിനടുത്ത് എത്തിയിരിക്കുവാണ്. ഇവിടെ നിന്നാണ് ഫുഡ് കഴിക്കുന്നത്. ഇവിടെ അത്യാവശ്യം തിരക്കുള്ളൊരു സ്ഥലമാണ് കേട്ടോ. ഹോട്ടലുകളും കടകളും എല്ലാം ഉള്ളൊരു സ്ഥലമാണ് പൈക്കര വാട്ടർഫാൾസിൻ്റെ പരിസരം. അങ്ങനെ ഞാൻ ഫുഡ് കഴിച്ചു. ചിക്കൻ ബിരിയാണി 150 രൂപ. കുഴപ്പമില്ലായിരുന്നു കേട്ടോ, അത്യാവശ്യം ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ അങ്ങോട്ടേക്ക് പോയ വഴിക്ക് ആ ഒരു ലേക്കിൻ്റെ പരിസരത്തും ഫുഡൊക്കെ കിട്ടുന്ന സ്ഥലം ഉണ്ടായിരുന്നു. പക്ഷേ അവിടെ ഭയങ്കര വിലയാണ്. പിന്നെ മാത്രമല്ല ഇവിടുന്ന് നമ്മുടെ ബസ്സിൽ കൊണ്ടുപോയവർ പറഞ്ഞു അവിടെ നിന്ന് കഴിക്കേണ്ട, നമുക്ക് ഇവിടെ വന്ന് കഴിക്കാമെന്ന് പറഞ്ഞു. എനിക്ക് തോന്നുന്നു ഇവർക്ക് കമ്മീഷൻ കാണുമായിരിക്കും ഇവിടെ നിന്ന്. അപ്പോൾ അതുകൊണ്ടായിരിക്കും അങ്ങനെ പറഞ്ഞത്. അപ്പോഴെന്തായാലും നമ്മൾ ഫുഡ് കഴിച്ചിട്ട് പുറത്തേക്ക് വന്നിരിക്കുകയാണ്. ഇവിടെ നിന്നും താഴേക്ക് നോക്കുന്ന വ്യൂ, നമ്മളിപ്പം അത്യാവശ്യം ഉയരെയാണ് നിൽക്കുന്നത്. ഇവിടെ നിന്നും ദൂരേക്ക് നോക്കുന്ന വ്യൂ അടിപൊളിയാണ് കേട്ടോ. ഇതാ കണ്ടില്ലേ, ചെറിയൊരു പുൽമേടെന്ന് വേണമെങ്കിൽ പറയാം. ഇവിടെ നിന്നും താഴേക്ക് നോക്കുമ്പോൾ എന്തായാലും ഈ ഒരു വ്യൂ കൊള്ളാം. അപ്പുറത്തായിട്ട് വലിയൊരു മലനിരയെല്ലാം കാണുന്നുണ്ട്. ഇതാ കണ്ടില്ലേ, ഇവിടെ ആയിട്ട് ചെറിയൊരു അമ്പലമെല്ലാം ഉണ്ട്. കുറച്ചധികം ആൾക്കാരൊക്കെ താമസിക്കുന്ന ഒരു സ്ഥലമാണ് കേട്ടോ ഈ പൈക്കര വാട്ടർഫാൾസിനടുത്തേ. അങ്ങനെ ഇവിടെ എല്ലാം ഒരുപാട് കച്ചവടങ്ങളാണ്. അതായത് ഹോം മെയ്ഡ് ചോക്ലേറ്റ്, ഇതാ കണ്ടില്ലേ, ഹോം മെയ്ഡ് ചോക്ലേറ്റും പിന്നെ ചോളവും ബജ്ജിയും അങ്ങനത്തെ കാര്യങ്ങളെല്ലാം കച്ചവടം ചെയ്യുന്ന കടകൾ ഒരുപാടുണ്ട്. ഇതാ കണ്ടില്ലേ, ബജ്ജി മുളകെല്ലാം തൂക്കിയിട്ടിരിക്കുന്നത്. ബജ്ജി മുളക്, മാഗി അങ്ങനത്തെ ഐറ്റംസ് എല്ലാം ഉണ്ട്. ഒരുപാടുണ്ട്, വരി വരിയായിട്ട് കടകൾ നീളത്തിൽ. ഈ ലൈൻ ഫുള്ളായിട്ടും അതുപോലത്തെ കടകളാണ്. അങ്ങനെ വാട്ടർഫാൾസിലേക്ക് കയറുന്നതിൻ്റെ സമയമെല്ലാം എഴുതിയിട്ടുണ്ട്. ഇതാ കണ്ടില്ലേ, രാവിലെ 8:30 മുതൽ വൈകുന്നേരം 5:30 വരെ. ഇവിടെ ഇതുപോലത്തെ ഇലക്ട്രിക് കാറുകളുണ്ട്. ഇതിൽ കയറുന്നതിന് 25 രൂപയാണ് ചാർജ്. 8 സീറ്റ് കപ്പാസിറ്റി ഉണ്ട്, 6 സീറ്റ് കപ്പാസിറ്റി ഉണ്ട്. അങ്ങനെ നമ്മൾ വാട്ടർഫാൾസിലേക്ക് നടന്നു പോകുന്ന വഴിക്ക് ഇതാ കണ്ടില്ലേ, ദൂരെയായിട്ട് ആ ഒരു മലയുടെ മുകളിലായിട്ട് കോടമഞ്ഞെല്ലാം താഴേക്ക് ഇറങ്ങി വരുന്നത് കാണാം. നല്ല മനോഹരമായിട്ടുള്ള കാഴ്ചയാണ്. എന്തായാലും നമുക്കേ അങ്ങോട്ടേക്ക് നടന്നു പോവാം. അങ്ങനെ ഇതാ വാട്ടർഫാൾസിലേക്ക് നടന്നു പോകുന്ന വഴിക്ക് ഇതാ നോക്കേ, കാട്ടുപന്നി. കാന്താര സിനിമയ്ക്കകത്തുള്ള പന്നിയാണ്. ഫ്രണ്ടിൽ കൊമ്പൊക്കെ ഉണ്ട്, കണ്ടില്ലേ. അങ്ങനത്തെ ഇവിടം വരെയാണ് കേട്ടോ വരുന്നത് വാൻ, ഇലക്ട്രിക് വാൻ. അവിടെയാണ് വാട്ടർഫാൾസിലേക്ക് കയറാൻ വേണ്ടിയിട്ടുള്ള ടിക്കറ്റ് കൗണ്ടർ ഉള്ളത്. അങ്ങനെ നമ്മൾ ടിക്കറ്റ് എടുത്ത് അകത്തേക്ക് കയറിയിരിക്കുവാണ്. 40 രൂപയാണ് ടിക്കറ്റ് ചാർജ്. ഈ കാണുന്നതാണ് വാട്ടർഫാൾസ്. വെള്ളം ഇങ്ങനെ ശക്തിയായിട്ട് ഒഴുകി പോകുന്നു. അല്ലാതെ നമ്മുടെ കുറ്റാലം, ആതിരപ്പള്ളി വാട്ടർഫാൾസ് അതേപോലെയൊന്നും മുകളിൽ നിന്നും താഴേക്ക് വീഴുന്നൊരു വെള്ളച്ചാട്ടമല്ല. ഇതും കാണാൻ നല്ല മനോഹരമായിട്ടുള്ളൊരു കാഴ്ചയാണ്. ഇപ്പോഴേ ചെറുതായിട്ട് ചാറ്റുമഴയൊക്കെ പെയ്യുന്നുണ്ട്. നല്ലൊരു വ്യൂ കേട്ടോ. ദൂരോട്ട് നോക്കുമ്പോൾ നോക്കേ, അവിടെ ആയിട്ടുള്ള മലനിരകളിലെല്ലാം ചാറ്റൽ മഴയും കോടമഞ്ഞും എല്ലാമായിട്ട് നല്ല ഭംഗിയുണ്ട്. എന്തായാലും നമുക്ക് ബസ്സിൻ്റെ അങ്ങോട്ടേക്ക് പോവാം. അങ്ങനെ നല്ലൊരു മഴ പെയ്തു കേട്ടോ, അടിപൊളി ഒരു മഴ പെയ്തു. അങ്ങനെ നമ്മൾ ബസ്സിലേക്ക് കയറിയിരിക്കുവാണ്, വാനിനകത്തേക്ക് കയറിയിരിക്കുവാണ്. ഇനി അടുത്ത സ്ഥലത്തേക്ക് പോകുന്നുണ്ടോ, ഇനി നേരെ വിടുവാണോ എന്നറിയില്ല, നല്ല മഴ ആയതുകൊണ്ടേ. എന്തായാലും നമുക്ക് നോക്കാം. അടുത്തത് ഇനി 1-2 സ്ഥലവും കൂടെ ഉള്ളൂ. ഒരു സ്ഥലത്ത് ഇറങ്ങിയിരിക്കുവാണ്. ഇവിടെ നീലഗിരി ഓയിലും പിന്നെ തേയിലപ്പൊടി, തേയില, അപ്പോഴത് രണ്ടും കിട്ടും. അങ്ങനെ ഒരു കടയുടെ ഫ്രണ്ടിൽ കൊണ്ട് നിർത്തിയിരിക്കുവാണ്. ഇത് ഇവിടെ ആയിട്ട് അതിൻ്റെ സാമ്പിളെല്ലാം ഉണ്ട്. ഒരു പുൽത്തൈലത്തിൻ്റെ മണം കിട്ടുന്നുണ്ട് കേട്ടോ. ഇരിക്കുന്നത് ഓയിലാണ്, ഓയിൽ. ഇതാ കണ്ടില്ലേ, ഇതാണ് നീലഗിരി ഓയിൽ തയ്യാറാക്കുന്ന ആ ഒരു ടാങ്ക്. ഇതിനകത്ത് 250 കിലോ നീലഗിരി ലീഫും 200 ലിറ്റർ വെള്ളവും ചേർത്താണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ ഈ സ്റ്റീം ചെയ്യുന്നതിൻ്റെ വേസ്റ്റ് ആയിട്ട് വരുന്ന ആ ഒരു ലീഫ് ഉണ്ടല്ലോ, ആ ഒരു ലീഫ് ഉണക്കിയാണ് ഇത് കത്തിക്കുന്നത്. ഇതിലൂടെ സ്റ്റീമായിട്ടുള്ള ആ ഒരു ആവിയിലൂടെ വരുന്ന ആ ഒരു നീരും വെള്ളവും എല്ലാം താഴെ എത്തും. അങ്ങനെ താഴെയായിട്ട് വെള്ളവും നിൽക്കും, മുകളിലായിട്ട് ഓയിലും നിൽക്കും. ഇതെവിടെയായിട്ട് പല വെറൈറ്റി ഓയിലുകൾ കാണിച്ചിട്ടുണ്ട്. ഇതാ കണ്ടില്ലേ, ഓയിൽ മുകളിലായിട്ടും വെള്ളം താഴെയായിട്ട് നിൽക്കുന്നത് കണ്ടില്ലേ. അങ്ങനെ ഈ കാണുന്നത് ഇത് വേദനയ്ക്കും, ഇത് തലവേദനയ്ക്ക് മാത്രവും, ഇത് സന്ധിവേദനയ്ക്കും, ഇത് മുട്ടുവേദന അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടാണ്. ഇതിൻ്റെ വില ഞാൻ ചോദിച്ചപ്പോഴും അവർ പറഞ്ഞു നമുക്ക് നോക്കാം, അഡ്ജസ്റ്റ് ചെയ്ത് വാങ്ങാമെന്നൊക്കെ പറഞ്ഞു കേട്ടോ. ഇത് വഴിയിലൂടെ ഇങ്ങനെ നടക്കുമ്പോൾ നല്ല മണമുണ്ട് കേട്ടോ. ശരിയാ, നല്ല മണം, യൂക്കാലി മണം. എന്തായാലും പല വെറൈറ്റീസ് ഓഫ് സംഭവങ്ങളുണ്ട് കേട്ടോ. ഇതാ കണ്ടില്ലേ, 400 രൂപയാണ് വില. 650 ml 940 രൂപ.
അപ്പോൾ ഇവിടെ കത്തിച്ച് കാണിച്ച എന്താ സംഗതി എന്നറിയാവോ? അത് ഒറിജിനൽ ഓയിൽ ആണെങ്കിൽ മാത്രമേ അത് കത്തുള്ളൂ എന്ന് പറഞ്ഞു കേട്ടോ. കത്തിക്കുമ്പോൾ ആ ഒരു മണം, ഒറിജിനലിന്റെ മണം നല്ലതുപോലെ ഫീൽ ചെയ്യുമെന്ന്. ഇവിടെയായിട്ട് ഹോം മെയ്ഡ് ചോക്ലേറ്റിന്റെ എല്ലാം പല വെറൈറ്റീസ് ഉണ്ട് കേട്ടോ. ഉരുണ്ട ഷേപ്പിലൊക്കെ ആയിട്ട് കൊള്ളാലോ, ചക്കക്കുരു പോലെ ഉണ്ടല്ലേ. ഇതെവിടെയായിട്ട് നോക്കിയ ഗോലി, ആ ഒരു ഷേപ്പിലൊക്കെ കൊള്ളാം. പലതരം ചായകൾ, കട്ടൻ ചായ എന്ന് വേണമെങ്കിൽ പറയാം. ഇത് ഹണി വിത്ത് ഗ്രീൻ ടീ ആണ്. കൊള്ളാം കൊള്ളാം കേട്ടോ, ടേസ്റ്റ് ഉണ്ട്. ഇതിൽ മസാല, ഏലം, ഗ്രാമ്പു, പട്ട എല്ലാം ചേർത്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഇറച്ചി മസാല ടീ. കൊള്ളാം കേട്ടോ. ഇത് ചോക്ലേറ്റ് ടീ കിട്ടിയിട്ടുണ്ട്, അതും കൂടെ ടേസ്റ്റ് ചെയ്ത് നോക്കാം. ചോക്ലേറ്റ് ടീ കൊള്ളാം കേട്ടോ. ചോക്ലേറ്റ് ടീ ആണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. ഇറച്ചി മസാല ടീയെ കാട്ടി ഇത് കൊള്ളാം. ചോക്ലേറ്റ് ടീയുടെ വില 200 രൂപയാണ്, ഹാഫ് kg. അങ്ങനെ നമ്മളിപ്പോൾ ചായ എല്ലാം ടേസ്റ്റ് ചെയ്ത ആ ഒരു ഷോപ്പിൻ്റെ പേര് താജ് സിൽവർ ഒയാക്ക്, ഒയാക്ക് എന്നായിരിക്കും അല്ലേ. അപ്പോൾ നമ്മൾ വന്ന ബസ്സിൻ്റെ പേരും താജ് എന്നാണ്, കണ്ടില്ലേ, താജ്. അപ്പോഴതും ഇതുമായിട്ട് എന്തെങ്കിലും ഒരു കണക്ഷൻ ഉണ്ടോ? എന്തോ ഒരു കണക്ഷൻ ഉണ്ടെന്ന് തോന്നുന്നല്ലേ. അങ്ങനെ നമ്മൾ അവസാനത്തെ സ്ഥലത്തെത്തിയിരിക്കുവാണ്. നേരത്തെ കയറിയ ആ ഒരു സ്ഥലത്ത് നിന്ന് ഇങ്ങോട്ട് വരുന്നതിന് വലിയ ദൂരമൊന്നും ഇല്ലായിരുന്നു, അതുകൊണ്ട് വണ്ടിയിൽ കയറുന്നതും ഇറങ്ങുന്നതും ഒന്നും കാണിച്ചില്ല. അങ്ങനെ 3 സ്റ്റാളുകൾ അടുത്തായിട്ടുണ്ട്. ഒന്ന് ചോക്ലേറ്റ് ഫാക്ടറിയും, പിന്നെ ഇവിടെ നീലഗിരിയുടെ ഒരു ഹാൻഡിക്രാഫ്റ്റ് വർക്കെല്ലാം കിട്ടുന്ന ഒരു സ്ഥലവും, പിന്നെ അപ്പുറത്തായിട്ട് പിന്നെ അവിടെ വേറെ ഒരു വൂളൻ വേൾഡ് എന്ന് പറഞ്ഞൊരു സംഗതി. 3ഉം അടുത്തടുത്തായിട്ടാണ് ഇരിക്കുന്നത്. എന്തായാലും നമുക്ക് അകത്തേക്ക് കയറാം. ഇവിടെ ചോക്ലേറ്റ് മാത്രമല്ല കേട്ടോ, ചോക്ലേറ്റ് ഫാക്ടറി എന്ന് ബോർഡ് ഉണ്ടെങ്കിലും എല്ലാ സംഗതികളും ഉണ്ട്, എല്ലാം ഉണ്ട്. തേയില, കോഫി, കണ്ടില്ലേ, അതുപോലത്തെ എല്ലാ സംഗതികളും ഉണ്ട്. ലെമൺ ടീ. ഇവിടെ ആയിട്ട് ഡ്രൈ ഫ്രൂട്ട്സ്, കിവി 150 റുപ്പീസ് ഉള്ളേ. എല്ലാത്തിനും 150 രൂപ, 200 രൂപ, അങ്ങനെ പല പല വിലയ്ക്കുണ്ട് കേട്ടോ. ഇതാ കണ്ടില്ലേ, ഇവിടെ എല്ലാമായിട്ട് പലതരം ചോക്ലേറ്റുകൾ. കാഷ്യൂനട്ട്, അണ്ടിപ്പരിപ്പെല്ലാം വെച്ച ചോക്ലേറ്റുകളാണ്. 100 ഗ്രാം 150 രൂപ, അങ്ങനെ പല പല വിലയ്ക്കുണ്ട്. ബദാം വെച്ചതുകൊണ്ട് അതിനും 100 ഗ്രാം 150 രൂപയാണ്. അങ്ങനെ പല പല വിലയ്ക്കുണ്ട്. 120 രൂപ. എന്ത് വെളുത്തുള്ളിയോ? വെളുത്തുള്ളി പോലത്തെ ചോക്ലേറ്റ്, ഇതിനും 100 ഗ്രാം 150 രൂപയാണ്. ഇതെവിടെയായിട്ട് നോക്കേ, പല്ലിമുട്ടയേക്കാൾ വലുത് എന്നാൽ കോഴിമുട്ടയേക്കാൾ ചെറുത്, ഏകദേശം ഒരു കാടമുട്ടയേക്കാൾ ചെറുത്, ആ ടൈപ്പ് ചോക്ലേറ്റും ഉണ്ട്. ഇതാ കണ്ടില്ല, ഇവിടെ എല്ലാം ചോക്ലേറ്റ് എല്ലാം ചെയ്യുന്ന മെഷീനൊക്കെ ഇരിപ്പുണ്ട്. അപ്പോൾ ഇവിടെ തന്നെ ചെയ്യുന്ന പല പല സംഗതികളുണ്ട് കേട്ടോ ഇവിടെ. അതുകൊണ്ടല്ലേ ഇതിന് ചോക്ലേറ്റ് ഫാക്ടറി എന്ന് പറയുന്നത്. ഇതെവിടെയായിട്ട് ഈ ചോക്ലേറ്റുകൾ നോക്കേ, നല്ല കളർഫുൾ ആയിട്ടുണ്ടല്ലേ കാണാൻ. ഇത് ടേസ്റ്റ് ചെയ്ത് നോക്കിയായിരുന്നു കേട്ടോ. ഇത് 100 ഗ്രാം 150 രൂപയാണ്. ഇത് മിക്സ് ആക്കി എടുക്കാൻ പറ്റും. ഞാനിങ്ങനെ ഒരു 3 സംഗതി മിക്സ് ആക്കി എടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. 200 ഗ്രാം വാങ്ങാം, അല്ലെങ്കിൽ 250 ഗ്രാം വാങ്ങാം, മിക്സ് ചെയ്ത് വാങ്ങാം. അങ്ങനെ ഞാൻ 2 ഐറ്റം മിക്സ് ആക്കി വാങ്ങിയിട്ടുണ്ട്. 240 രൂപയാണ്. ഓക്കെ, എടുത്തോ. അങ്ങനെ നമ്മൾ ചോക്ലേറ്റ് ഫാക്ടറിയിൽ നിന്നും നേരെ ഹാൻഡിക്രാഫ്റ്റിൻ്റെ ആ ഒരു പരിസരത്തേക്ക് വന്നിരിക്കുവാണ്. പലതരം വെറൈറ്റി ഐറ്റംസ് ഒക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. ഡ്രസ് മെറ്റീരിയലാണ്, റെഡിമെയ്ഡ് അല്ല. അങ്ങനെ ഈ ഷർട്ട് പീസിൻ്റെ വില 900 രൂപയാണ് സ്റ്റാർട്ടിങ്. അപ്പോൾ ഈ കാണുന്നത് മെഷീനിൽ ചെയ്തിരിക്കുന്ന സാരിയും അതേപോലത്തെ ഐറ്റംസ് എല്ലാം 1000 രൂപയിൽ സ്റ്റാർട്ടിംഗ് ആണ്. പിന്നെ അല്ലാതെ ഹാൻഡ് മെയ്ഡ് ഉണ്ട്. ഹാൻഡ് മെയ്ഡിന് 3000 രൂപ മുതൽ സ്റ്റാർട്ടിംഗ് ആണ്. അപ്പോൾ ഇതാ ഈ കാണുന്നതെല്ലാം ഹാൻഡ് മെയ്ഡാണ്. എന്തായാലും നല്ല ഭംഗിയുണ്ടല്ലേ കാണാൻ, നല്ല കളർഫുൾ ആയിട്ടുണ്ട്. ഇതാ വലിയൊരു ഫ്രെയിമൊക്കെ ഇരിപ്പുണ്ട്, കടുവയുടെ. കൊള്ളാം അല്ലേ, പാല് കാച്ചിനെല്ലാം ഗിഫ്റ്റായിട്ട് കൊടുക്കാൻ കൊള്ളാം. ഇത് നോക്കേ, അടിപൊളി ഒരു ഫ്രെയിം, കൊള്ളാം അല്ലേ, നല്ലൊരു വർക്ക്. അങ്ങനെ നമ്മൾ കരകൗശല മേഖലയിൽ നിന്നും വൂളൻ്റെ ആ ഒരു സ്റ്റാളിലേക്ക് വന്നിരിക്കുവാണ്. വൂളൻ എന്ന് വെച്ചാൽ കമ്പിളി. ഊട്ടിയുടെ കാലാവസ്ഥയിൽ ഇത് മസ്റ്റാണല്ലോ. നല്ല വലിയ കമ്പിളിയൊക്കെ ഇരിപ്പുണ്ട്, കൊള്ളാമല്ലേ, നല്ല ഭംഗിയുണ്ട് കാണാൻ.
3200 രൂപയാണ് സ്റ്റാർട്ടിങ്. എന്തായാലും കൊള്ളാമല്ലേ, നല്ല വലുതാണ് കേട്ടോ, നല്ല വെയിറ്റും കാണും. ഇതൊക്കെ എങ്ങനെ കഴുകുമല്ലേ, ഭയങ്കര പണിയാണ് കഴുകുന്നത്. ഇതാ കണ്ടില്ലേ, ഇവിടെ ആയിട്ട് വേറെ എന്തൊക്കെയോ ഇരിപ്പുണ്ട്, വേറെ എന്തൊക്കെയോ ടൈപ്പ് സംഗതികൾ. ചെറിയ ഇയർബഡും അതൊക്കെ ഇട്ട് അടച്ചു വെക്കാൻ പറ്റിയ ചെറിയ ബാഗുകൾ. എന്തായാലും കൊള്ളാമല്ലേ, പല വെറൈറ്റി സംഭവങ്ങളുണ്ട്. ഇവിടെ ആയിട്ട് നോക്കേ, ഇത് കൊള്ളാം. നട്ടും ബോൾട്ടും എല്ലാം വെച്ചിട്ട് ചെയ്തിരിക്കുന്ന പലതരം സംഗതികൾ. മ്യൂസിക് ഇൻസ്ട്രുമെൻ്റ് പോലെയൊക്കെ ചെയ്തിട്ടുണ്ട്. കൊള്ളാമല്ലോ, നല്ല ക്രിയേറ്റിവിറ്റി അല്ലേ. 2 വീലർ ബൈക്കും എല്ലാം ചെയ്തിട്ടുണ്ട്, ചെയിനെല്ലാം വെച്ചിട്ട്, അതും കൊള്ളാം. 1350 ആണ് വില. എന്തായാലും കൊള്ളാം. വിൻറ്റേജ് കാറുകളും അതേപോലെ ചെയ്തിട്ടുണ്ട്, എല്ലാം നല്ലതുപോലെ ചെയ്തിരിക്കുന്നു. അങ്ങനെ നമ്മൾ ഇപ്പോൾ കയറിയ 3 സ്ഥാപനങ്ങളും ഒന്ന് തന്നെയാണ്. 1995 മുതലുണ്ട് കേട്ടോ. 1995 എല്ലാം ഇപ്പോഴ് ഒരുപാട് പഴയ വർഷമായല്ലേ. അങ്ങനെ ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞതിന് ശേഷം എല്ലാവരും ബസ്സിലേക്ക് കയറുവാണ്. உங்க பேரு சொல்லுங்கண்ணா. ബാബു. ഓക്കെ, ഇങ്ങതാണ് ഊര്. ഓക്കെ. അങ്ങനെ ഇന്നത്തെ നമ്മുടെ ഈ ഒരു ചെറിയ ട്രിപ്പ് എല്ലാം കഴിഞ്ഞിട്ട് തിരികെ റൂമിൽ വന്നു കേട്ടോ. ഞാൻ റൂം എടുത്ത് ഇവിടെ സ്റ്റേ ചെയ്യേണ്ട, ഇവിടെ നിന്നും താഴേക്ക് ഇറങ്ങാമെന്നാണ് വിചാരിച്ചത്. അതായത് ഒന്നുകിൽ കോയമ്പത്തൂർ റൂട്ട് മേട്ടുപ്പാളയം വഴി അങ്ങനെ പോകാമെന്നാണ് വിചാരിച്ചത്, ഇല്ലാന്നുണ്ടെങ്കിൽ ഗൂഡല്ലൂർ വഴി നിലമ്പൂർ വഴി അങ്ങ് നാട്ടിലേക്ക് പോകാമെന്നാണ് വിചാരിച്ചത്. പക്ഷേ അങ്ങനെ പോകണ്ട എന്ന് തീരുമാനിച്ച കാര്യം ഇപ്പോൾ സമയം വൈകുന്നേരം 6:30 ആയിട്ടുണ്ട്. ഞാൻ വിചാരിച്ചത് ഇവിടെ നിന്നും ഗൂഡല്ലൂർ പോയിട്ട് അവിടെ സ്റ്റേ ചെയ്യാമെന്നാണ് വിചാരിച്ചത്. കാര്യം അവിടെ റൂമിന് റേറ്റ് കുറവാണ്. 350 രൂപ 400 രൂപയ്ക്കെല്ലാം നല്ല റൂം കിട്ടും. ഊട്ടിയിൽ നിന്നും 50 കിലോമീറ്റർ മാറിയാണ് ആ സ്ഥലം. ഞാൻ പിന്നെ തീരുമാനം മാറ്റിയ കാര്യമെന്ന് വെച്ചാൽ, നമ്മൾ ഇവിടെ നിന്നും ഏകദേശം 1.5 മണിക്കൂർ 2 മണിക്കൂറത്തോളം യാത്രയുണ്ട് ഗൂഡല്ലൂരേക്ക്. അപ്പോഴവിടെ ചെല്ലുമ്പോൾ ചിലപ്പം റൂം ഇല്ലെങ്കിൽ എന്ത് ചെയ്യും? ഇന്നത്തെ ദിവസം ഞായറാഴ്ചയും കൂടെയാണ്, റൂം ഇല്ലെങ്കിൽ നമ്മൾ അലഞ്ഞു പോകും. അല്പ ലാഭത്തിന് വേണ്ടിയിട്ട് വെറുതെ പണി മേടിച്ച് പിടിക്കുന്നതിനാ. അതിനേക്കാൾ ഇന്നിവിടെ രാത്രി സ്റ്റേ ചെയ്തിട്ട് പിറ്റേന്ന് രാവിലെ നമുക്ക് എന്തെങ്കിലും ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോഴെന്തായാലും നമ്മുടെ ഇന്നത്തെ ഈ ഒരു കറക്കം വീഡിയോ ഇവിടെ വെച്ച് നിർത്തുവാണ്. നിങ്ങൾ എപ്പോഴെങ്കിലും ഊട്ടിയിൽ വരുവാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ട്രിപ്പ് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം കേട്ടോ. കാര്യം നമ്മൾ വേറൊന്നും അറിയണ്ട, 300 രൂപ കൊടുത്ത് കയറിക്കഴിഞ്ഞാൽ അവർ കുറച്ച് സ്ഥലങ്ങളിലൊക്കെ പോയി കൊണ്ട് കറക്കിയിട്ട് വരും. അവർ ആ പറയുന്ന സമയത്ത് നമ്മൾ തിരികെ ആ ബസ്സിലേക്ക് കയറിയാൽ മതി. കുറച്ച് അഡ്ജസ്റ്റ്മെൻ്റ് ഒക്കെ ചെയ്യും കേട്ടോ. അവർ പറയുന്നത് ഒരു അരമണിക്കൂറൊക്കെ ആണെങ്കിലും നമുക്കൊരു 3/4 മണിക്കൂറൊക്കെ എടുക്കാം, അതിന് കുഴപ്പമൊന്നുമില്ല. അപ്പോഴങ്ങനത്തെ കറക്കങ്ങളെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ തിരികെ റൂമിൽ വന്നിരിക്കുവാണ്. ഇനിയിപ്പോഴും കുറച്ച് നേരം ഫോണൊക്കെ നോക്കിയിരുന്നിട്ട് രാത്രി എന്തെങ്കിലും കഴിക്കണം, എന്നിട്ട് കിടന്നുറങ്ങണം. അതാണ് ഇന്നത്തെ എൻ്റെ പരിപാടി. അപ്പോഴെന്തായാലും ബാക്കി കാര്യം നമുക്ക് നാളെ പ്ലാൻ ചെയ്യാം. അപ്പോഴിത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ വീണ്ടും പറയുകയാണ്, നമ്മുടെ ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് നിർത്തുവാണ്. നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം.